അപ്പോൾ എനിക്കിതൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പുള്ളി ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്നെയൊന്നും മൈൻഡ് ചെയ്തില്ല. ബ്ലോക്ക് ചെയ്യാനായിട്ട് നേരെ അകത്തേക്ക് കൊടുത്തു. ഞാൻ പതുക്കെ അകത്ത് പോയിട്ട് ഈ സാധനം ഒന്ന് എടുത്ത് നോക്കി. ആദ്യമായിട്ട് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ബോബനും മോളിയുടെ ഒരു ഒറിജിനൽ ആർട്ട് വർക്ക് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നി. ടോംസിനോട് വളരെ ആരാധനയുള്ള ആളാണ് ഞാനിതിങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 2 അക്ഷരത്തെറ്റ് വന്നിരിക്കുന്നു. സാധാരണ ടോംസിന് അങ്ങനെ വരുന്നതല്ല, വേറെ ബോബനും മോളിയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 അക്ഷരത്തെറ്റ് വന്നിരിക്കുന്നു. ഇത് ബ്ലോക്ക് ചെയ്ത് പോയാൽ തെറ്റായിട്ട് അവിടെ കിടക്കും എന്നത്തേക്കും. തിരുത്തുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എങ്ങനെ ടോംസിനോട് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊരു പേടി, ഒരു സംശയം. പക്ഷേ ഞാനത് അങ്ങേരോട് പറഞ്ഞു. മാഷേ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി നോക്കിയിട്ട് അയ്യോ നന്നായി കേട്ടോ, ഇത് ബ്ലോക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ രണ്ടാമത് വേറെ ചെയ്യേണ്ടി വന്നേനെ, ഇപ്പം തന്നെ അത് തിരുത്തിക്കളയാമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ഞാൻ ഉപയോഗിക്കുന്ന പോസ്റ്റർ വൈറ്റ് എടുത്ത് ഇത് മായിച്ച് അവിടെ വേറൊരു അക്ഷരം പുള്ളി എഴുതി അവിടെ ആ സ്ഥാനത്ത് ഒട്ടിച്ചു കൊടുത്ത് ആ 2 സ്ഥാനം കറക്റ്റ് ചെയ്ത് അങ്ങനെ ആ ബോബനും മോളിയും വരുന്നു. അദ്ദേഹത്തിന് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ഏത് ആഴ്ചയിൽ എൻ്റെ ബോബനും മോളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അശോകനെ കൊണ്ട് വായിപ്പിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ പോകാവുള്ളൂ. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഞാനും ടോംസും തമ്മിൽ.